മനോഹരമായ ABC കളിക്കൂട്ട് നോക്കൂ. അയ്യോ, അയ്യോ, എന്റെ ABC വീട് പോയി. മറിയ, ഇവിടെ വാ. എവ, എനിക്ക് വളരെ ക്ഷമിക്കണം. ഞാൻ നിനക്ക് എല്ലാ അക്ഷര ബോക്സുകളും കണ്ടെത്താൻ സഹായിക്കും. നിന്റെ കളിക്കൂട്ട് പണിയാം. ശരി. ഓ, എനിക്ക് അക്ഷരം എ കാണുന്നു. പക്ഷേ എങ്ങനെ എത്തും? ഇല്ല. മേശപ്പുറത്ത് നടക്കരുത്, എവ. ഞാൻ അക്ഷരം എ കണ്ടെത്തി. അക്ഷരങ്ങൾ. എനിക്ക് ഒരു ആശയം ഉണ്ട്. അക്ഷരങ്ങൾ BCD കണ്ടെത്തി. എന്റെ ബ്ലോക്കുകൾ ഇവിടെ ഉണ്ടോ? ഓ, കാത്തിരിക്കുക. എന്റെ അക്ഷര ബോക്സ് എവിടെയാണ്? ഇതാ it. ഇതാ it. ഞാൻ അക്ഷരങ്ങൾ EF കണ്ടെത്തി. ഓ, നീ ഇവിടെയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇത് എന്തിനെ ഇളകുന്നു? അയ്യോ, നിർത്തൂ, നിർത്തൂ. എനിക്ക് ഒരു തോന്നൽ ഉണ്ട്. നമുക്ക് വസ്ത്രം കുഴിക്കുന്ന ബാസ്ക്കറ്റ് പരിശോധിക്കാം. H G അകത്ത് ബോക്സുകൾ ഉണ്ടോ എന്ന് നോക്കാം. ഈ ബോക്സിന്റെ അകത്ത് നോക്കാം. ഓ, ഞാൻ കുറച്ച് കൂടുതൽ കാണുന്നു. നാല് അക്ഷരങ്ങൾ, അത്രയേറെ. ഇല്ല, ഇല്ല. അക്ഷരങ്ങൾ എവിടെയാണ്? അത് ഞാൻ അന്വേഷിക്കുന്നതല്ല. ഓ, നമുക്ക് ഫ്രിഡ്ജ് പരിശോധിക്കാം. ഇല്ല, അവ എവിടെയായിരിക്കും? ഓ, നോക്കൂ, ഞാൻ അവ കണ്ടെത്തി. അവ ഇവിടെ തന്നെയാണ്. M N O അക്ഷരം Q കൂടാതെ മറ്റൊന്ന്. PU
സീറ്റ് നോക്കാം. ഓ, അവിടെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. ബ്ലോക്കുകൾ ശേഖരിക്കാം, പക്ഷേ ആദ്യം കുറച്ച് രസിക്കാം. മറിയ, നീ ഇത് ചെയ്യരുത്. ഇപ്പോൾ പുറത്തേക്ക് പോ. ക്ഷമിക്കണം അച്ഛാ, ഞാൻ ആ ബ്ലോക്കുകൾ ശേഖരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. R S D ഓ, പൈപ്പിനകത്ത് നോക്കാം. എനിക്ക് തോന്നുന്നത് ഒന്നുമില്ല, പക്ഷേ ഞാൻ അവയെ ഇവിടെ കണ്ടെത്തി. ഓ, 2 ഉണ്ട്. UV. ഞാൻ V അക്ഷരം കണ്ടെത്തി. ഇതായു. അച്ഛാ, നിങ്ങൾക്ക് സുഖമാണോ? ഞാൻ ഇതിനെ അന്വേഷിക്കുകയായിരുന്നു. ഹേ മറിയ, ഒടുവിൽ അവസാന അക്ഷരങ്ങൾ W X. ഇതാവേ. അതെ, നിന്റെ എബിസി ഹൗസിന്റെ ബാക്കി പണിയാം. അതെ മറിയ, ഒരു അക്ഷരം കുറവാണെന്ന് തോന്നുന്നു. ഓ, അതെ, അക്ഷരം Z. ഓ, നോക്കൂ, ഇത് എല്ലായ്പ്പോഴും ഇവിടെ തന്നെയായിരുന്നു. ശരി, ഇത് തീർക്കാം. എന്റെ മനോഹരമായ കളിക്കൂട്. നന്ദി മറിയ. സ്വാഗതം. ഇല്ല, നമ്മുടെ മനോഹരമായ കളിക്കൂട്. ഹായ് അലിസ്. വാനിയ മാനിയ ക്രിഡ്സ് പിരമിഡ് പൂർത്തിയായി. ഓ ഇല്ല. ആഹ് ഓ, സ്റ്റെഫി അത് നശിപ്പിച്ചു. നിർത്തൂ സ്റ്റെഫി, അലിസ് ഒത്തുചേർന്ന് ഒരു നല്ല ഗെയിം കളിക്കൂ. ക്ഷമിക്കണം അലിസ്, പക്ഷേ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ കളിക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ഗെയിം പഠിപ്പിക്കാം. ശരി, എനിക്ക് ആഗ്രഹമുണ്ട്. നല്ല ജോലി പെൺകുട്ടികളെ. ഇവിടെ നീ ഇടത്തേക്ക് വലത്തേക്ക് പോകണം. ഇതുപോലെ നീ വലത്തേക്ക് പോയി ചാടണം. സ്റ്റെഫി, എനിക്ക് തോന്നുന്നു നീ ഷവർ എടുക്കണം. ശരി ശരി, ഞാൻ നിന്നെ ഇത് കാണിക്കണം. നന്ദി, ഞാൻ ഇപ്പോൾ അത് സ്വയം ചെയ്യും. എനിക്ക് ശരിക്കും ഷവർ എടുക്കണം. ഞാൻ ഉടൻ തിരികെ വരാം. എജി, പോ. എനിക്ക് ഒരു ആശയമുണ്ട്. എനിക്ക് ഒരു കണ്ടെയ്നർ വേണം. ഇത് അല്ല, ഇത് തന്നെ എനിക്ക് വേണ്ടത്. അതെന്തായിരുന്നു? ഒരു പ്രേതം? അലിസ് ഇത് വിശ്വസിക്കില്ല.
ബൗളിംഗ്. നീ ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? ഞാൻ ഇത് ഷവറിൽ നിന്നാണ് എടുത്തത്. എനിക്ക് കുറച്ച് കിട്ടുമോ? ഇല്ല, നീ ഷവറിലേക്ക് പോ. നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ സ്വന്തമായി നേടാം. എനിക്കും ഒരു കണ്ടെയ്നർ വേണം. നമുക്ക് മിഠായിയുമായി ഒരു രസകരമായ പരീക്ഷണം നടത്താം. നമുക്ക് ആ മിഠായികൾ എടുക്കാം. വാ വാ പോ പോ. ആ വെള്ളം. നമുക്ക് പരീക്ഷണം തുടങ്ങാം. ആദ്യം നമ്മുടെ മിഠായികൾ ഒരു വട്ടത്തിൽ ക്രമീകരിക്കണം. ഇപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. അലിസ്, എന്താണ് സംഭവിച്ചത്? ഷോഡിൽ മിഠായികൾ ഇല്ല, വെറും വെള്ളം മാത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് പങ്കിടാം, അലിസ്. പക്ഷേ ആദ്യം എനിക്ക് മാറണം. അതിനായി എനിക്ക് ഒരു കൂൾ ആശയമുണ്ട്. നമുക്ക് പോകാം, അലിസ്. ഇടത്തോ വലത്തോ? ഇടത്തോ വലത്തോ? ഇപ്പോൾ ഇടത്തോ വലത്തോ? വലത്തോ ഇടത്തോ? തയ്യാറാകൂ, അലിസ്. 3, 2, 1 പോ. നീ അത്ഭുതകരമായി കാണുന്നു, അലിസ്. നന്ദി, പക്ഷേ ഇത് വളരെ അധികമാണ്. ശരി, നീക്ക് കുറച്ച് എടുക്കാം, അലിസ്. നിനക്ക് അറിയാമോ, എനിക്ക് ഒരു നല്ല ആശയമുണ്ട്, സ്റ്റെഫി. നിനക്ക് എന്താണ് ഉദ്ദേശം? നമുക്ക് വലിയ മേശയിലേക്ക് പോകാം. നമുക്ക് മഞ്ഞ നിറത്തിൽ തുടങ്ങാം. എത്ര കൂൾ! നമുക്ക് എത്ര കൂൾ പിരമിഡ് ഉണ്ടാക്കി. ഓ അതെ. മിഠായികൾ കഴിക്കുന്നതിനേക്കാൾ മിഠായി ആർട്ട് വളരെ രസകരവും ആരോഗ്യകരവുമാണ്. ബാവ് പിസ്. നിനക്കൊരു കൂളായ സ്കൂട്ടർ ഉണ്ട്. നന്ദി. വാവ് നന്ദി. നിനക്ക് എന്തു വേണം, സ്റ്റെഫി? എനിക്ക് ഒരു ചീസ് പിസ്സ കിട്ടുമോ, ദയവായി? തീർച്ചയായും. ഒരു മിനിറ്റ്. ഇവിടെ ഇതാ. നന്ദി. ഹേ സ്റ്റെഫി, പണം എന്ത്? ഓർ ശരി. ഉപ്സ്, ക്ഷമിക്കണം, പണം ഇല്ല. പണം ഇല്ലെന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹേ, പണം ഇല്ലെങ്കിൽ പിസ്സ ഇല്ല. ഓ ഇല്ല, നീ എന്ത് ചെയ്തു? ഓ അതെ. ആയാൽ ആദ്യം ഞാൻ ഒരു പിസ്സ ഓർഡർ ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്ക് പണം ഇല്ലായിരുന്നു. പിന്നീട് ഞങ്ങൾ പൊരുതി. പിസ്സ പൊട്ടിപ്പോയി. ദുർഭാഗ്യവശാൽ ഞാൻ എന്റെ പിസ്സ ഇതിനകം തീർത്തു. അതിനാൽ ഞാൻ നിനക്കൊപ്പം അത് പങ്കിടാൻ കഴിയില്ല. പക്ഷേ എനിക്ക് മറ്റൊന്നും ഉണ്ട്. അത് എന്താണ്? അത് എന്റെ പണം. ഇപ്പോൾ ഞാൻ അത് നിനക്കൊപ്പം പങ്കിടും. ഞാൻ നിനക്ക് കുറച്ച് പണം കടം കൊടുക്കാം. പോയി നിനക്ക് ഒരു പിസ്സ വാങ്ങിക്കോ. നന്ദി. പക്ഷേ ആദ്യം നിന്റെ പെരുമാറ്റത്തിന് ക്ഷമ ചോദിക്കാൻ ഉറപ്പാക്കുക. തീർച്ചയായും. ഹലോ. ഇതാ വീണ്ടും നീ. ക്ഷമിക്കണം, പക്ഷേ ഇപ്പോൾ എനിക്ക് പിസ്സയ്ക്ക് പണം നൽകാൻ കഴിയും. ഓ ശരി. നിനക്ക് ഏത് പിസ്സ വേണം? എനിക്ക് ഒരു മാർഗരീറ്റ കിട്ടുമോ, ദയവായി?
ഓ തീർച്ചയായും. ഒരു സെക്കൻഡ്. ഇവിടെ ഇതാ. നന്ദി, ഇവിടെ നിന്റെ പണം. ഈ പിസ്സ നോക്കൂ. ഓ ഇല്ല, എന്റെ പിസ്. കരയണ്ട, ഞാൻ നിനക്ക് പുതിയൊരു പിസ്സ ഉണ്ടാക്കി തരാം. പക്ഷേ എനിക്ക് പണം ഇല്ല. ഹലോ, ഇത് പിസ് റെസ്റ്റോറന്റ് ആണ്. പെപ്പറോണി പിസ് വേഗം. ഓ അതെ തീർച്ചയായും. ഒരു മിനിറ്റ്. ഹലോ, ഇത് ഒരു പിസ് റെസ്റ്റോറന്റ് ആണ്. ഒരു ചീസ് പിസ് ദയവായി. അതെ അതെ ശരി. ഹലോ, ഇത് ഒരു പിസ് റെസ്റ്റോറന്റ് ആണ്. ഒരു പിസ്സ മാർഗരീറ്റ ദയവായി. അതെ അതെ ശരി. എത്രയോ ഓർഡറുകൾ. ഞാൻ അവയെ എങ്ങനെ കൈകാര്യം ചെയ്യും? ഞാൻ നിനക്ക് സഹായിക്കാം. അവരുടെ എല്ലാ ഓർഡറുകളും ഡെലിവർ ചെയ്യാം. നീ എന്ത് പറയുന്നു? നന്ദി, അത് വലിയ സഹായം ആയിരിക്കും. ഞാൻ കഴിയും. ഞാൻ നിനക്ക് ഏതെങ്കിലും പിസ്സ സൗജന്യമായി നൽകാം. എല്ലാ ഓർഡറുകളും ഈ ബാക്ക്പാക്കിൽ പാക്ക് ചെയ്യും. 1 2 ഇവിടെ ഇതാ. പിന്നീട് കാണാം. വിട. വിട. പിസ് ഡെലിവറി. ഹലോ, നിന്റെ പെപ്പറോണി പിസ്. നന്ദി. വിട. ഹലോ, ഇവിടെ നിന്റെ പിസ്. ഇവിടെ നിന്റെ ചീസ് പിസ്. നന്ദി, ഇതാ നിന്റെ $1. നന്ദി. വിട. വിട. ജാൻ ഇവിടെ. നിന്റെ പിസ് മാർഗരീറ്റ. നന്ദി. സ്വാഗതം. പിസ് ഡെലിവറികൾ പൂർത്തിയായി. മറിയ, ഞാൻ നിന്റെ എല്ലാ പിസ്സ ഓർഡറുകളും ഡെലിവർ ചെയ്തു. സ്റ്റെഫി, വളരെ നന്ദി. നീ എന്റെ ദിവസം രക്ഷിച്ചു. ഞാൻ വാഗ്ദാനം ചെയ്ത പോലെ ഒരു സൗജന്യ പിസ്സ വേണോ? തീർച്ചയായും. ഇവിടെ നിങ്ങളുടെ പിസ്സയുണ്ട്. സത്യത്തിൽ കാത്തിരിക്കുക, ഞാൻ ചെയ്യാം. അയ്യോ ഇല്ല, വേദനിക്കുന്നു. വെറുതെ തമാശ. രുചികരം. എപ്പോഴും കരുതലോടെ ഇരിക്കുക. മറ്റുള്ളവരെ സഹായിക്കുക. അതെ കൂട്ടുകാരെ.